ऐसे जा सकते हैं बस व्यू देखने के लिए? हाँ नहीं 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 ഗൈസ് ഗോപ്രോയുടെ ഉപകാരം കേട്ടോ ഗൈസ്. എല്ലായിടത്തും നമ്മളെ കയറ്റി വിടും. നമ്മളിപ്പോൾ വലിയ വ്ളോഗറാണ് അവരുടെ വിചാരം. നമുക്കെല്ലാം അറിയത്തുള്ളൂ ഗോപ്രോ കയറ്റി കൈ പിടിച്ചതേ ഉള്ളൂ. നോക്കുക ജയ്പൂർ. സേ ഹലോ ടു ജയ്പൂർ. നൈറ്റ് വ്യൂ EHCC കാണാമോ ഗൈസ്? EHCC ഗൈസ്. ഈ ഗോപ്രോ തീരെ പോരാ കേട്ടോ. കുറ്റം പറയണ്ട, ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ? ഉള്ളത് തന്നെ എത്ര പേർക്ക് ഇതുപോലും ഇല്ലാതെ. അതൊക്കെ ഗൈസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷേ സൂം ചെയ്താൽ നിങ്ങൾക്ക് ഫോൺ കൊണ്ട് സൂം ചെയ്യാൻ പറ്റുന്നോട്ടെ. നമ്മൾ വലിയൊരു ഫോർട്ടിൻ്റെ എൻട്രൻസ് പോലെ ഉണ്ട് ഗൈസ്. കാണാൻ തന്നെ നല്ല രാജകീയമായിട്ടുണ്ട്. ചൂസ് ചെയ്ത ബാറടി ഇവിടെയാണ്. എല്ലാം ഫ്യൂച്ചറിലേക്ക് ഇപ്പം തന്നെ 4 റോഡ് വീതിക്ക് കൂട്ടിപ്പണിതേക്കാണ് കേട്ടോ രാജസ്ഥാൻ പോലെ. പിന്നെ അതുപോലെയല്ല, പിന്നെ പക്ഷേ ഞാൻ വിചാരിച്ച പോലെയല്ല. എന്ത് ഈ ബാംഗ്ലൂർ പോലെ അത്ര വൃത്തിയോടൊന്നുമല്ല. ബാംഗ്ലൂർ മുംബൈ പോലെ ഒന്നും നല്ല വലിയ സിറ്റിയുമാണ്. എന്നാൽ ആളുടെ പോപ്പുലേഷൻ കുറവാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ. റോഡൊക്കെ 3 lanes ആണ്. ഏത് സാധാരണ റോഡ് പോലും 3 lanes ആണ്. ഓക്കെ, നോട്ട് കണക്റ്റഡ്. ഇതുണ്ടോ ഉള്ള ഫോൺ കൊണ്ടൊക്കെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ് ഒന്നും അറിയത്തില്ല. അത് വേറെ കാര്യം. എന്താ സംഭവം എടുക്കാൻ പറ്റാത്ത. സ്കാൻ ഫോർ ന്യൂ ഫോട്ടേജ്. ചിലപ്പോൾ റണ്ണിങ് ആയതുകൊണ്ടായിരിക്കും. എന്തായാലും കണ്ടല്ലോ, അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ടല്ലോ. ഇതൊക്കെയാണ് അറ്റ്മോസ്ഫിയർ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയത് ഇരിക്കുന്ന ടേബിൾ ബാബാ. ടേബിൾ റെഡിയായി. ക്ലിക്കിംഗ് വീഡിയോസ് ആണ്, ക്ലിക്കിംഗ് വ്യൂസ് ആണ്. ഓക്കെ ഗൈസ്, ഇഷ്ടം നോക്കാം എന്താ ടേപ്പ് വരുന്നത്. Outfit check. Check. Outfit check. Shoe. അയ്യോ ഗൈസ്, ഞാൻ അറിയാതെ ഗേൾസിൻ്റെ ബാത്റൂമിലാണ് കയറിയത്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, മൈ ബാഡ്. അലിമാൻഡൈൻ്റെ ഒക്കെയാണ് ഇട്ടേക്കുന്നത്. യോ ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് ക്വിറ്റ് ചെയ്യാണ്. ഓക്കെ, ഹുക്ക പറയേ വേണ്ട. ഹുക്ക മാത്രം ഞാൻ എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് കാഷ്വലായിട്ട് ബിയറൊക്കെ ഓർഡർ ചെയ്തു. ഇത് 3D എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആണ്. ബൈ കहाँ पे आता जगह? सॉरी, 3D रेस्टोरेंट മാൽബിയ നഗർ. കം ഡു വിസിറ്റ്. ഓക്കെ, ഇറ്റ്സ് എ നൈസ് സ്പോട്ട്. ഓക്കെ, നല്ല റൂഫ് ടോപ്പ് ആണ്. അവിടെ ചാൾസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ റെസ്റ്റോറൻറ്റ് കണ്ടു. പക്ഷേ നമ്മളെന്തായാലും വന്ന് കയറിയത് ഇവിടെയാണ്. ഇതിൻ്റെ എൻഡ് ഇങ്ങനെയായി, അടിപൊളിയായി. ഇതിനൊക്കെ താഴെ തന്നെ ഉണ്ടാവും. ചെറിയൊരു ടച്ചിങ്സ് എടുത്തേക്കാലേ ഗൈസ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമുക്ക് കാണാം. ബൈ. അച്ഛാ സർവീസ്. ടീക്കേ. ഇനി നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് ഗൈസ്. അതിന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മളൊരു പബ്ബാണ് എയിം ചെയ്തേക്കുന്നത്. റാത്തായിട്ട് കയറുമല്ല, ഒരു ലാസ്റ്റ് ലുക്ക് കണ്ടോ. ഇതിനൊരു റൂഫ് ടോപ്പ് ബാറും കൂടി ഉണ്ട്. മിക്കവാറും ഒക്യുപ്പൈഡ് ആയിരിക്കും ഗൈസ്. വഴി മാറിപ്പോയി. ഐ ആം ഓൺ എ കോൾ.
ആ പുള്ളിക്കാരൻ എങ്ങനെയൊക്കെ വിളിച്ചിട്ട് നമുക്ക് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും കോട്ടായതുകൊണ്ട് നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഏതാണ് തപ്പിയെടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലതായിരുന്നു. ഐ നോ ഇറ്റ്സ് നെയിം. ആ പേരൊന്ന് കിട്ടിയാൽ മാത്രം മതി. എൻ്റെ റോഡൊക്കെ നോക്കാം, എന്താ ശാന്തത. സമയം 11:45 ഉള്ളൂ. ഇഫ് ഇറ്റ് വാസ് ബാംഗ്ലൂർ പറയേ വേണ്ട. ജീപ്പ് കിട്ടുന്നേ ഇല്ലല്ലോ. റോസ്റ്റ് ഗാർഡൻ വിവാവില്ല. കിട്ടുന്നേ ഇല്ല. അങ്ങേരെ വിളിച്ചിട്ടാണ് അങ്ങേരെ കോളും എടുക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പോരായ്മ. കോളിങ് ഇസ് ഇറ്റ് റിംഗിങ് ആണോ കോളിംഗ് ആണ്. പ്ലസ് മൈക്കിൻ്റെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് എടുത്ത് നോക്കി കേട്ടോ, വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്ത റിംഗിങ് ആണ്. ആ മൈക്ക് അങ്ങോട്ട് തീരെ പോരാ കേട്ടോ. ഇനി അവരെത്തും വരെ മിക്കവാറും ഞാനിവിടെ പോസ്റ്റ് ആയിരിക്കും തോന്നുന്നു കേട്ടോ. അറ്റ്ലീസ്റ്റ് എത്തിയാലെങ്കിൽ അവർ ഫോൺ എടുത്ത് നോക്കുമല്ലോ. ഐ എം കോളിങ്. ഹലോ ആ ലൊക്കേഷൻ അതിൻ്റെ ഇതിൻ്റെ പേരെന്തായിരുന്നു? എയർബിഎൻബി ഹോട്ടലിൻ്റെ പേരെന്തായിരുന്നു? ഓക്കെ. എന്തായാലും ലൊക്കേഷൻ സെൻഡ് ചെയ്തോ വാട്സാപ്പിൽ? എന്തായാലും ഒരു സേഫ്റ്റി കിട്ടോ? ഞാൻ സെർച്ച് ചെയ്തിട്ട് ഞാൻ ഇറങ്ങുവാ. ഓക്കെ. ഹോട്ടലിൻ്റെ നെയിം കിട്ടിയിട്ടുണ്ട്, സർപ്പ് ഗോ. ഓക്കെ, ഗൂഗിൾ മാപ്സ് ഇപ്പോൾ നോക്കാം. സർപ്പ് ഗോ SCRP സ്പേസ് GO. സംഭവം കാണിക്കുന്നുണ്ട്. സർപ്പ് ഗോ ഹോട്ടൽ. കിട്ടുന്നില്ലല്ലോ ലൊക്കേഷൻ ആണ് മെയിൻ. കോൾ എടുത്തത് വാട്സാപ്പിലാണ്. സോ ലെറ്റ്സ് കോൾ ഇൻ വാട്സാപ്പ്. ഈ ഗോപ്രോ ഒന്നും ഇല്ല കേട്ടോ ഗൈസ്. ഹീറോ 4K. പിന്നെ ഗോപ്രോ ഹീറോ എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പേര്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ 4K എന്നാണ് ബോക്സിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ 4K എന്ന് വിളിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതിൻ്റെ കേസ് ഞാൻ തപ്പി കുറേ, എല്ലാം ഓൺലൈനിലുണ്ട്. ഓഫ്ലൈൻ സ്റ്റോഴ്സിൽ 2-3 സ്ഥലത്ത് കയറി തപ്പി, പക്ഷെ കിട്ടാനില്ല. നാളെയും കൂടെ നോക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ മോസ്റ്റ് എടുത്തതല്ലേ. അപ്പോൾ ഒരു കേസ് വേണം. പിന്നെ പറഞ്ഞു തന്നത് ഈ ഗോപ്രോയിന് ആ കൂടെ റെക്കോർഡിങ് അവർ എന്ന് പറയുന്നത് 1 hour ഉള്ളൂ. അപ്പോൾ ചെല്ലുമ്പോഴൊക്കെ റീചാർജ് ചെയ്യണം. ഞാൻ എടുക്കാനായിട്ട് അവിടെ കടയിൽ ചെന്നപ്പോഴത്തേക്കിനും ബഡ്ജറ്റ് ഔട്ട് ഓഫ് ബഡ്ജറ്റ് ടൈപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗോപ്രോ ആക്ഷൻ 3 അഡ്വഞ്ചർ കോംബോ എടുക്കാമായിരുന്നു. അതാകുമ്പോഴത്തേക്കിനും ഒരു 3 ബാറ്ററി എക്സ്ട്രാ കിട്ടുന്നുണ്ട്. കോളിംഗ് അഗെയിൻ ഡെവലപ്പ് ആണല്ലോ ബ്രോ. നിന്ന് വേർക്കാണ്. രാജസ്ഥാൻ നമ്മൾ വിചാരിച്ച സ്ഥലമേ അല്ല. മലയാളീസ്, ഐ എം ഹിയർ ടു സേ ടു യു. ആരാണ് പറയുന്നത്? Melalis, I am here to say to you that Rajasthan is not what we have thought. Okay, നല്ല വൃത്തിയുള്ള സ്ഥലം, നല്ല വീതിയുള്ള റോഡ്. ഓക്കെ, ട്രാഫിക് കമ്മിയാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഹോൺ അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ വെറുതെ ഒരു കാർ ആവശ്യമില്ല. 1-2 ബീപ്സ് ആണെങ്കിൽ ഓക്കെ, പിന്നെ നമുക്ക് സമ്മതിക്കാം. ഇത് എന്താണിത് ചന്തയ്ക്ക് പോലെ. ഹലോ, ലൊക്കേഷൻ ഇട്ടോ? അയച്ചാ എനിക്ക് അയക്കുക വാട്സാപ്പില്. ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നില്ല. ഐ മീൻ മാപ്സിൽ നോക്കിയിട്ട്. SCRP അല്ലേ? ഞാൻ സെർച്ച് ചെയ്തു, പക്ഷെ എനിക്ക് വരുന്നില്ല. SCRP അതിന്റെ ലൊക്കേഷൻ അറ്റ്ലീസ്റ്റ് എനിക്ക് ഷെയർ ചെയ്യേ. സർപ്പ് ഗോ ഗൈസ്, നിങ്ങൾ നോക്കുക.
സർപ്പ് ഗ്രോ ഹലോ 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 ഓള് കട്ടേക്കണം എന്തിനും കേൾക്കാനുള്ള ക്ഷമയുണ്ടോ അതുമില്ല. സർപ്പ് ഗ്രോ HR പേറോൾ ഇത് നിങ്ങൾ കാണുന്നില്ല. രാജസ്ഥാൻ ഇതാണോ ഇത് തന്നെ ഓക്കെ 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 ഹൈവേ കയറുക. അവിടുന്ന് നേരെ പോവുക. സർക്കിള് റിലയൻസ് പെട്രോൾ പമ്പ് റിമൗണ്ടാണ്. അവിടുന്ന് ഒറ്റയടിക്ക് മെയിൻ സ്ട്രെയിറ്റ് ഒറ്റ റോഡിന് വേറെ ഒന്നും നോക്കാനില്ല. ഒറ്റ റോഡിന് അപ്രോക്സ് 8.9 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇനി വഴി തെറ്റുമ്പോൾ ഗോപ്രോ എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് അപ്പ് പോകും. ഓക്കെ ഗൈസ്, എൻ്റെ കൂടെ വരുന്ന പുള്ളി കണ്ടില്ല, ഇത് ഞാൻ 3-ാം തവണയാണ് ശ്രദ്ധിക്കുന്നത്. വണ്ടി ഓഫാക്കാറില്ല. വണ്ടി ഒരു NS 200 ഓണറാണ്. എന്തൊക്കെ പറഞ്ഞാലും എന്താണ് വണ്ടി ഓഫാക്കാത്ത ആൾ അറിയാം. ഗൈസ്, ബാക്ക് ടു ദ റൂം. സംഭവം വേറൊന്നുമില്ല, പ്ലാൻ ക്യാൻസൽ ചെയ്തു. നാളത്തേക്കിന് മോർണിംഗ് വി ഹാവ് ഡിഫറെൻറ്റ് പ്ലാൻസ്. ഓക്കെ, സോ ഇന്ന് നൈറ്റ് നമ്മൾ അർമാദിച്ച് കഴിഞ്ഞാൽ മോർണിംഗ് തല പൊങ്ങില്ല. അതാണ് എല്ലാം നോക്കി ഞാൻ ചെയ്യണ്ടേ. ചുമ്മാ അടിച്ച് ബോധം പോയിട്ട് ഇവിടെ വന്ന് കിടക്കാനാണോ നമ്മുടെ ബുക്കിന് വേണ്ടത്? എന്താണ്? ഓക്കെ, സോ ബാക്ക് ടു ദ റൂം. ഇന്ന് പ്രത്യേകം വിശേഷമൊന്നുമില്ല. എൻഡി ടപ്പ് വിത്ത് സം ബിയർ ആൻഡ് വാട്ട് നോട്ട്, അത്രേ ഉള്ളൂ. Airbnb ഞാൻ ആദ്യമായിട്ട് കേട്ടോ. എൻ്റെ വ്ലോഗ് കാണുന്നവരൊന്നും വിചാരിക്കണ്ട ഇതൊക്കെ നമ്മുടെ സ്ഥിരം പരിപാടിയാണ്. ആദ്യമായിട്ടാണ് അബവ് ഈ ആന്ധ്രാപ്രദേശും ഈ കർണാടകയുടെയൊക്കെ മേളിൽ പോകുന്നത്. അയ്യോ, പാർട്ടി റൂം തുറക്കൂ. Back to the room and helmet. Oh, fucked up. സോ ഇവിടം വരെ നമ്മൾ എൻഡ് ചെയ്യാണ്. ഇനി അറിയാലോ, കുത്തും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോകും. സോ മീറ്റ് യു ഗൈസ് ടുമോറോ. മോർണിംഗ് തന്നെ ഒരു റൈഡ് ഉണ്ടാകും 160 കിലോമീറ്റേഴ്സ് അവേ. ആസ് എ സെറ്റ് പുഷ്കർ, അതാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഓക്കെ, സോ എൻഡിങ് അപ്പ്, വൈൻഡിങ് അപ്പ്, whatever you want to call it. Day 2 of Jaipur. Sorry guys, Jaipur, Rajasthan, Jaipur. Guys, food order ചെയ്തു. It's എന്തൊരു പിസയാണ്. യെസ്, കമ്മിങ് ബ്രോ, വ്ളോഗിങ് ആണ്. ഓക്കെ, ലാ പിസിനോസ് ലൈറ്റ് ഓഫ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പിസയാണ് കഴിക്കാനുള്ളത്. എന്തായാലും ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ മിക്കവാറും നെക്സ്റ്റ് രാവിലെ തന്നെ. ഓക്കെ, അഡ്വാൻസ് ആയിട്ട് പറയാം. Hey yo, what's up YouTube? Welcome back to day 3 of Jaipur vlogs. Okay guys. Chill. വരുന്നത് വെച്ച് നോക്കാം. ഈ ട്രിപ്പിന് വന്ന കാരണവും വരാൻപ്പെട്ട വഴികളും കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയണമെന്നുണ്ട്. പക്ഷേ അതൊന്നും പറയാൻ എത്ര നേരം ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. ഇന്നും കൂടെ ഞാനൊരു ആലോചിച്ചൊരു കാരണമായിരുന്നു, എന്തിനാണ് ഈ സൗണ്ടും ഒക്കെ കുറയ്ക്കട്ടെ. ഗൈസ്, എൻ്റെ ഫേസ് ഞാൻ ഇതുവരെ വരാൻ പോകുന്ന വീഡിയോകളിലെല്ലാം ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ എന്നല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മിനിറ്റ് ഗൈസ്, സൗണ്ട് ഒന്ന് കുറയട്ടെ. എന്നെ കാണാവോ? എന്നെ കാണണ്ട, കാണാൻ പറ്റുന്നവർ കാണാവോ? ഏത് അങ്ങനെയല്ല ഗൈസ്, വെട്ടത്തിലാണ്. നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബർ ഒന്നും നമ്മൾ പറയാറില്ല. വല്ലപ്പോഴായിരിക്കും വീഡിയോ വരുന്നത്, വല്ലപ്പോഴൊക്കെ ആയിരിക്കും ഗോപ്രോ.
ഒരിക്കലുമല്ല. ഈ ഗോപ്രോ നമ്മൾ എന്താണ് ആഗ്രഹിച്ചെടുത്തൊരു സംഭവമാണ് ഗൈസ്. ആക്ഷൻ 2 കിട്ടിയില്ല, ആകുന്ന പരിശ്രമിച്ചു. പക്ഷേ ഏത് DJ ആക്ഷൻ 2 പക്ഷേ ഇതുകൊണ്ട് എൻഡപ്പ് ചെയ്തു. എന്നിട്ടൊരു ക്യാമറ എടുത്തു. പക്ഷെ എന്തെങ്കിലും ഇത്രക്ക് ആഗ്രഹിച്ച് മോസ്റ്റൊരു ക്യാമറ എടുത്താലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല വർക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. വേറെ പരിപാടിയൊന്നും ചെയ്യാനില്ല, ഫുൾ ടൈം വീട്ടിൽ തന്നെ. പിന്നെന്താ ചെയ്യാനാണ്, എന്തെങ്കിലുമൊക്കെ തുടങ്ങണ്ടേ ഗൈസ്. അങ്ങനെ സോ അപ്പോൾ പറഞ്ഞു വന്നത് എന്തായാലും ഗൈസ് സ്റ്റോക്ക് കൂടാൻ പോണ്. സോ പറഞ്ഞു വന്നത് ആനക്കാര്യം പറഞ്ഞു.